എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ ശക്തമായ മഴയുണ്ട്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇന്നലത്തെ ദിവസമാണ്, ഇന്നലത്തെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാവിലെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അത്രയും ശക്തിയായ ശബ്ദവുമല്ല. അങ്ങനെ ഞാൻ മഴ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ അധികം നേരം കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നലെ രാവിലെയാണ്. അപ്പോൾ അതാണ് ഇന്നലത്തെ ആ ഒരു മഴയുടെ ശബ്ദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തത്. അതുകൊണ്ട് തന്നെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഓട്സ് കഴിച്ചിട്ട് ആദ്യം തന്നെ പപ്പക്ക് കൊടുത്തു. കാരണം വോയിസ് ഓവറൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് 8:40 അപ്പോൾ ഈ 8:40 എന്നൊക്കെ പറയുമ്പോൾ സമയം അതിക്രമിച്ച് 8:30 കറക്റ്റ് ഞാനവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് മൂടി വെക്കും. പപ്പ സമയം നോക്കിയിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 8:40 അതുകൊണ്ട് ഇനിയും നമുക്ക് ഫുഡ് ഉണ്ടാക്കി നിന്ന് നേരം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ഓട്സ് കാച്ചി അതങ്ങോട്ട് കൊടുത്തതാണ്. അപ്പോൾ ഓട്സ് കാച്ചിയതൊക്കെ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കാപ്പി ഇട്ടിട്ട് ഒരു കപ്പിൽ കാപ്പി അങ്ങനെ എടുത്തു വെച്ച്. പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട്. അവർ ലേറ്റായിട്ടാണ് കഴിക്കണത്. എങ്കിലും ഞാൻ പിന്നെ നൂഡിൽസ് മേടിക്കാനും പാല് മേടിക്കാനും വേണ്ടിയിട്ട് ബ്ലിങ്കിറ്റിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ റിച്ചാർഡിൻ്റെ ഡാർക്ക് ചോക്ലേറ്റും കൂടി മേടിച്ച്. പിന്നെ ഇന്നലെ ടൂത്ത് പിക്ക് നോക്കിയപ്പോഴത്തേക്ക് അത് പൂപ്പൽ പിടിച്ചിരിക്കുന്നുണ്ട്. റിച്ചാർഡ് ഇതിൽ പൂപ്പലാണ്, ഇത് ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ടൂത്ത് പിക്കും കൂടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ സാധാരണ പോലെ പാലും. അപ്പോൾ ഈ നൂഡിൽസ് ഇത് മാത്രമാണ് റിച്ചാർഡ് കഴിക്കണത്. നൂഡിൽസായിട്ട് ഉള്ള ബ്രാൻഡിൻ്റെ കാര്യമാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മളില്ലേ ഇതുപോലുള്ള പാക്കറ്റുകൾ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കുക. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരമായിട്ട് തോന്നി. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. നമ്മൾ സാധാരണ ഈ വശത്തല്ലേ പൊട്ടിക്കണത്. ആ വശത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഒരു രീതിയിലും നമ്മൾക്ക് വൃത്തിക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ എന്ത് സാധനങ്ങൾ ഇതുപോലെ എടുക്കുമ്പോൾ അതിൽ ബാക്കിയുള്ളത് നമുക്ക് ഒരു കവറിൻ്റെ രൂപത്തിൽ തന്നെ ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 പാക്കറ്റ് ഞാൻ എടുത്ത്, ഇനി 3 പാക്കറ്റ് ഉണ്ട്. അതൊന്നിച്ച് വെച്ചിട്ട് ഈ ഒരു ഭാഗം മറ്റേ അതിലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു കവർ പോലെ തന്നെ കംപ്ലീറ്റ് കവറായിട്ടിരിക്കും. 2 സൈഡും നല്ല കവറിങ് കിട്ടുകയും ചെയ്യും. നമ്മൾ പൊട്ടിച്ചിട്ടില്ലല്ലോ, സൈഡ് മേൽഭാഗം പൊട്ടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ 2 അടിവശവും മോൾവശവും കവറായി നിൽക്കും. ഇതിങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ സൈഡുകളും അതുപോലെ 2 വശങ്ങളും ഒക്കെ കവറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പം ഞാൻ സാധാരണ കവറുകൾ പൊട്ടിക്കണം. ഇപ്പം ഞാനിവിടെ നമ്മുടെ ടിഷ്യൂ റോളുകളില്ലേ, ആ റോളും ഞാൻ അങ്ങനെ പൊട്ടിക്കണത്. കാരണം അതിൻ്റെ മോൾവശം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടക്കാനേ പറ്റില്ല. വേറൊരു കവറിനകത്തൊക്കെ ഇട്ടിട്ടാണ് ഞാൻ സാധാരണ വെക്കണം. അപ്പോൾ അതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അത് വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ നൂഡിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് റിച്ചാർഡ് ഇപ്പം നേരത്തെ എഴുന്നേറ്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം റിച്ചാർഡിന് ഇപ്പോൾ പുറത്ത് പോയിട്ട് എക്സസൈസ് ചെയ്യാനും സൈക്ലിങ്ങിനൊന്നും പോകാൻ നേരമല്ല, മഴ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. മിക്ക ദിവസങ്ങളിലും മഴയാണ്. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഗ്രൗണ്ട് എക്സസൈസൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ആൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നൂഡിൽസ് വേഗം തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ റോജർ ഏറ്റവും ലേറ്റായിട്ടാണ് പറഞ്ഞത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുമ്പോൾ. അപ്പോൾ റോജറിന് സാവധാനം, റോജർ നൂഡിൽസ് ഒന്നും കഴിക്കില്ല കേട്ടോ. കഴിക്കും വല്ലപ്പോഴും, വളരെ കുറച്ച്. അപ്പോൾ അതേ കഞ്ഞി തിളപ്പിച്ച് ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പോണേ. അപ്പോൾ എൻ്റെ അടുത്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നൊരു കുട്ടി. ആ കുട്ടിയുടെ അമ്മ ഞാൻ ഈ കഞ്ഞിക്കെല്ലാം പൊക്കിക്കൊണ്ട് പുറത്തേക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് ചെയ്യല്ലേ, അത് യൂട്രസിനൊക്കെ കേടാണ് എന്ന് ആ ചേച്ചിയുടെ അടുത്ത് പറയണേ, ആൻറ്റിയുടെ അടുത്ത് പറയണേ എന്ന് അമ്മ മോളുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചതുകൊണ്ട് ആ മോള് കമൻ്റ് ഇട്ട് എന്നെ അത് അറിയിച്ചിരുന്നു. അതിനെ ഞാൻ മാനിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. റൂബി കിടക്കണ ഒരു സ്ഥലമായിരുന്നു. റൂബി ഇവിടെ വന്ന് നോക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പം. അപ്പോൾ റൂബിയുടെ സ്ഥലം പോയെങ്കിലും ആ ഒരു കമൻറ്റിനെ വില കൽപ്പിക്കാതിരിക്കാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ പേടിച്ചു, യൂട്രസിനൊക്കെ കംപ്ലയിൻറ്റ് ഞാനായിട്ട് വരുത്തരുതല്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് ഈ അമ്മ മാത്രമല്ല
ഒത്തിരി ആളുകൾ കമൻസിൽ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തട്ടി വീഴുകയോ നമ്മൾക്ക് ചെറിയൊരു തലകറക്കം വന്നു കഴിഞ്ഞാലും നമ്മൾക്കിത് കയ്യിൽ നിന്ന് വിട്ടുപോയാലും നമ്മളുടെ ശരീരം മൊത്തം പൊള്ളി വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ഞാൻ അത്രയും കെയർഫുള്ളായിട്ടാണ് ഈ സാധനം കൊണ്ടുപോകുന്നത് എന്നൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ക്ഷമിക്കണം. കാരണം ഈ ഒരു സംഭവം യൂട്രസിന് കംപ്ലൈൻ്റ് എന്ന് കേട്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ പേടിച്ചിട്ട് വേഗം ഇത് അകത്തേക്ക് ആക്കിയത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഈ അമ്മ തന്നെ അത് വേണ്ട പെട്ടെന്ന് മറിഞ്ഞു പോയാലാ എന്നൊക്കെയാണ് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഞാനതനുസരിച്ചൊന്നും വരില്ല. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ വളരെ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സംഭവം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കരുതല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അകത്ത് വെച്ചത്. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞ വ്യക്തികൾ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ട് ചേച്ചിയൊന്നും കേട്ടില്ല, ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞപ്പോഴത്തേക്കും കേട്ട്. ഈ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പ്രായം തന്നെയൊക്കെ കാണുള്ളൂ, എങ്കിൽ എൻ്റെ ഒരു സഹോദരിയെ പോലെ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് വാർത്തിടാനും പുറത്തേക്ക് കൊണ്ടുപോകില്ല, അകത്ത് സിങ്കിൽ തന്നെയാണ് ചോറ് വാർത്തിടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം നല്ലതായിട്ട് തന്നെ കുടിക്കുകയും ചെയ്തു. പുറത്ത് കൊണ്ട് വാർത്തിടുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം എടുക്കാറില്ല, അകത്ത് വേറൊരു പാത്രത്തിലാണ് ചോറ് വാർത്തിടുന്നത്. അപ്പോൾ ഇല്ലേ, ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റിച്ചാണ് കൊടുത്തതിന് ശേഷം ഞാനൊരു മാങ്ങയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിച്ചത്. അത് മതിയായിരുന്നു, വലിയൊരു മാങ്ങ എടുത്തിട്ട് കട്ട് ചെയ്തത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോജർ ഏകദേശം താഴേക്ക് എത്താനായ സമയം ഞാൻ വേഗം ഇതങ്ങോട്ട് ചെയ്ത് വെച്ച്. കാരണം അവിടെ സ്റ്റൂള് ഒക്കെ ഇങ്ങനെ നീക്കണ ശബ്ദം കേൾക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏകദേശം ഇങ്ങനെ താഴേക്ക് വരാൻ പോണേണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കണത് ഓരോ കാര്യങ്ങൾ. അപ്പോൾ വന്ന് ഇരിക്കുമ്പോൾ തന്നെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആൾ താഴേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടം ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അന്നേ വളരെ ഹെൽത്തിയാണ്. അല്ലാതെ ഈ പുട്ടും കറികളും ഇടിയപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ റോജറിന് ഇഷ്ടമല്ല. അവൻ കഴിച്ചെന്ന് വരുത്തിയിട്ടാണ് പോണത്. അതായത് ഒരു കുഞ്ഞ് പീസേ കഴിക്കുള്ളൂ. ഞാൻ കുറച്ചധികം എടുത്ത് വെക്കും, പക്ഷേ അതിനകത്ത് നിന്നൊരു കുഞ്ഞ് പീസേ അവൻ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇക്കണമെന്ന് കാലത്തെ കഷ്ടപ്പെടുന്നത്? ഈ ബുദ്ധിമുട്ട് മുഴുവൻ സഹിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവർ തിന്നാതെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം, നമുക്ക് ദേഷ്യം വരും. കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടണല്ലേ. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതല്ലേ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് വലിയ കുഴപ്പമില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പം. പിന്നെ ചിലവ് കൂടുതലാണ്. എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചിലവും കൂടും, ബുദ്ധിമുട്ടുമാണ്. എങ്കിലും പറ്റുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇല്ലേ, ഇന്ന് ബീഫും ചിക്കനും ഞാനെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പ് മാറിയിട്ടില്ല. എങ്കിൽ തന്നെയും ഞാൻ ആ തണുപ്പോട് കൂടി തന്നെ ഇത്തിരി ഐസൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്, അതോടുകൂടി ഞാൻ കട്ട് ചെയ്യണേണ്. അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ച് എല്ലാം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഇല്ലേ ഷാജി മീനും കൊണ്ട് വന്നെ. അങ്ങനെ ഈ മഴയത്ത് തന്നെ പോയിട്ട് ഞാൻ ഷാജിയുടെ കയ്യിൽ നിന്ന് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഷാജി മീൻ കൊണ്ടുവരുമെന്ന് എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷാജി മീൻ കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു വയ്യായിക ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല, ആ ഒരു തളർച്ചയും ക്ഷീണവും. അപ്പോൾ ഞാൻ ഏതായാലും മീൻ മേടിച്ചില്ല, വന്നിട്ട് പറഞ്ഞു വിട്ടിട്ടോ ഞാൻ. അപ്പോൾ പപ്പനാണെന്നുണ്ടെങ്കിൽ ഒരിത്തിരി സവാളയും പഴം, ഒരു മല്ലിയില, പിന്നെ അതടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് മല്ലിയിലയും പിന്നെ ക്യാപ്സിക്കം ഒക്കെ മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടിട്ടുണ്ട്. അത് പപ്പ മഴയ്ക്ക് മുമ്പേ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ട് ചെമ്മീനും മീനും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഇത് കൊണ്ടുവന്നേക്കുന്നത് ഏകദേശം 12:30 മണിയായപ്പോഴാണ്. അപ്പം ഞാൻ ഷാജിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇത് ഇത്രയും ലേറ്റായിട്ട് കൊണ്ടുവന്ന് എനിക്കിനി ഇത് വെട്ടിയെടുക്കാൻ പറ്റില്ല. കാരണം എനിക്കിന്ന് കുറച്ച് പണിയുണ്ട്, പാചകങ്ങളുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, അല്ലാതെ നിവർത്തിയില്ല. 12:30 മണിയായി. അപ്രതീക്ഷിതമായി കൊണ്ടുവന്നാണ്. അപ്പോൾ ഷാജി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മീൻ ഞാൻ മേടിച്ചില്ലെന്ന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇനി ഷാജി മീൻ കൊണ്ടുവരില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ കൊണ്ടുവന്നു. അങ്ങനെ ഏതായാലും ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ വരണേന്നാവുമെന്ന് വിചാരിച്ച് ഞാനത് മേടിച്ചിട്ട് വെട്ടാൻ പറ്റില്ലെന്ന് ഒരു അരമണിക്കൂറോടെ വെച്ച് ഞാൻ ഈ പണി തീർന്നിട്ട് വെട്ടാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി വെട്ടാൻ പറ്റൂല. ഒന്നാമത് പെരും മഴ, പിന്നീട് ഞാൻ ഇട്ടേക്കണ ഉടുപ്പ് മാറ്റിയിട്ട് വേണം ഇരുന്ന് വെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ അതിന് പറ്റിയ കവറുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നീറ്റായിട്ട് കവർ ചെയ്ത് വെക്കാൻ, ഒരു മണോ വെള്ളമൊന്നും ഇറങ്ങാതെ. അപ്പോൾ അതങ്ങനെ നേരത്തെ ഒരു അരമണിക്കൂർ വെച്ച് നോക്കിയിട്ടാ ഇതിൻ്റെ പണിയൊന്ന് തീർന്ന് വെട്ടാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി പറ്റൂല, ശക്തിയായ മഴ. അങ്ങനെ മഴയത്തൊക്കെ പുറത്തിരുന്ന് ഇങ്ങനെ മീൻ വെട്ടുമ്പോഴില്ലേ, മഴ നമ്മൾ കൊള്ളണില്ല എങ്കിൽ തന്നെയും അവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഏതായാലും ഞാൻ
അത് കവർ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടാണ് ചെമ്മീനും മീനും രണ്ടായിട്ട് കവർ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ച്. എന്നിട്ട് റൂബിയുടെ ചിക്കനൊന്ന് എടുത്തിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച്, പിന്നെ നമ്മളുടെ റിച്ചാർഡിനുള്ള ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് തന്തൂരി ചിക്കനാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാഞ്ഞോണ്ട് ചതച്ചെടുത്ത് അത് വിട്ട് ഉപ്പും മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനങ്ങനെ ഇപ്പോഴായിട്ട് ഇത്തിരി ഇടാറുണ്ട്. ഇത്തിരി തൈരും കൂടി ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ച്. അപ്പോൾ നമ്മളുടെ ബീഫിൻ്റെ അകത്തേക്കില്ലേ നമ്മൾ മസാലകളെല്ലാം ചേർത്താണ് വേവിച്ചേക്കണത്. അതായത് മല്ലിപ്പൊടി ഒഴികെ എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി വിട്ടൊരു പരിപാടി എനിക്കില്ല. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കാതെ ബീഫിനെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം വെന്ത് പോകരുത്, കാരണം ഞാൻ നല്ല ഡ്രൈ റോസ്റ്റായിട്ട് എടുക്കാനാണ് കേട്ടോ, ഫ്രൈ ആക്കി എടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് വെന്ത് പോകാതെ തന്നെ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടാതെ നിവർത്തിയില്ല. ഒന്നാമത് എനിക്ക് ഈ 2 തവണയും ഞാൻ ബീഫ് ചാറ് പോലത്തെ കറിയല്ലേ വെച്ചത്, ബീഫ് മറ്റേ ഉരുളക്കിഴങ്ങ് പച്ചക്ക് തന്നെ ഇട്ട് വേവിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉരുളക്കിഴങ്ങ് വിട്ട് നമുക്കൊരു പരിപാടിയില്ല, പിന്നെയാണെങ്കിൽ ആ ബീഫിൻ്റെ അകത്തേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടാലേ നമുക്ക് കറി തികയുള്ളൂ. അങ്ങനെ 2 കാര്യങ്ങളുണ്ട്. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും റോജറിനൊക്കെ ബീഫ് മാത്രമായിട്ടാണ് നമ്മൾ പൊട്ടറ്റോ ഇടാതെയാണ് കൊടുത്തൊക്കെ വിടണത് നമ്മൾ ബാംഗ്ലൂരേക്കൊക്കെ. പക്ഷേ നമ്മളുടെ വീട്ടിൽ ബീഫിൻ്റെ അകത്ത് റോസ്റ്റിൻ്റെ അകത്തും ഇതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്തിടും, നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ പപ്പട അമ്മയുടെ കറികളാണ് കേട്ടോ. കാരണം അന്നത്തെ ആളുകൾക്കൊക്കെ പാചകം എന്ന് പറയുന്നത് ആകെപ്പാടെയുള്ള ഒരു ബേസിക് പരിപാടികളെ അറിയാൻ പാടുള്ളൂ. ഇന്നത്തെ കാലത്ത് യൂട്യൂബൊക്കെ വന്ന് ഓരോരുത്തർ പല പല പാചകങ്ങൾ പോസ്റ്റ് ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ചൊക്കെയാണ് നമ്മൾ ചെയ്യണത്. പണ്ട് അങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയ ഇല്ല. സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും ഞാൻ വനിത മേടിച്ചിട്ട് പാചകങ്ങൾ ചെയ്യുമായിരുന്നു. കാരണം എനിക്കെപ്പോഴും ഈ ബേസിക് പാചകങ്ങളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെല്ലാവരും ചെയ്യണതല്ലേ എന്നുള്ളൊരു തോന്നല. അപ്പോൾ ഈ വനിത ഒരുപാട് വരുത്തി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു വനിത. അപ്പോൾ എപ്പോഴും വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്കും. അങ്ങനെ വനിത ഒരു ലോഡ് വനിത വീട്ടിൽ വരും കേട്ടോ. അങ്ങനെ വനിതയല്ല പാചകം നോക്കിയിട്ടാണ് പണ്ടെല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് സ്പെഷ്യൽ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ബർഗർ പിസ്സയൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുമെന്ന് ഞാൻ പറയാറില്ലേ, അതങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ നമുക്ക് ഇതുപോലെ യൂട്യൂബ് വഴിയാ ഒന്നും നമുക്ക് കാണാൻ ഒന്നുമില്ല അന്നത്തെ കാലത്ത്. പിന്നെ ഞാൻ ഒരു 10 രൂപയൊക്കെ വരണ കുറേ റെസിപ്പി ബുക്കുകൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിലയുള്ള റെസിപ്പി ബുക്കൊന്നും എനിക്ക് മേടിച്ച് തരില്ല. അതുകൊണ്ട് ഈ 10 രൂപയുടെ റെസിപ്പി ബുക്കുകൾ കുറേ കിട്ടുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കിയായിരുന്നു അന്നത്തെ പാചകം. അപ്പോൾ ഈ ഒരു പാചകം അമ്മ ചിക്കനിലാണ് എപ്പോഴും ചെയ്യണതല്ല, അതും ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബീഫിലും ഇത് സെയിം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇന്ന് ഏതായാലും ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്, ബുദ്ധിമുട്ടും കൂടുതലാണ്. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് എനിക്കും അങ്ങനെ ഒന്ന് കഴിക്കാനായിട്ടുള്ള ഒരു തോന്നൽ. അങ്ങനെ ഏതായാലും ആദ്യം എണ്ണയിൽ പൊട്ടറ്റോ വറുത്തെടുത്ത്. നമ്മുടെ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഇവിടെ വെളിച്ചെണ്ണ അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. വെളിച്ചെണ്ണ ഇട്ടാലാണ് ബുദ്ധിമുട്ട് ഇവിടെ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രാൻ ഓയിലിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്. ഇപ്പോൾ ഞാൻ മീൻ വറുക്കണ പോലും ബ്രാൻ ഓയിലാണ്. കാരണം നമുക്ക് വെളിച്ചെണ്ണ ഇനിയിപ്പോൾ ഒരുപാട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. മീൻ കറിയിലും അതുപോലെ മുട്ട പൊരിക്കണതൊക്കെ മുട്ടക്കറിയിലൊക്കെയാണ് സാധാരണ ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ബ്രാൻ ഓയിലിൽ പൊട്ടറ്റോ വറുത്ത് കോരിയെ, അത് കഴിഞ്ഞിട്ട് അതും സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി ആ എണ്ണയിൽ തന്നെ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ റിച്ചാണ്ട് ചിക്കനും കൂടി പൊരിക്കണം എനിക്ക്. അപ്പോൾ ഇനി ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഏതായാലും റോസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാക്കണതായിരുന്നു എനിക്ക് തൃപ്തി. പക്ഷേ ഇനി വേറൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് പിന്നെ ഒന്ന് ചിക്കൻ വറുക്കണ്ടേ എന്നുള്ളൊരു മടി കൊണ്ട് ഞാൻ അപ്പുറത്തൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വേവിച്ച ബീഫ് വെറുതെ അങ്ങോട്ട് ഇട്ട്. കാരണം ബീഫിൽ നല്ല നെയ്യുണ്ട്, ആ നെയ്യിൽ തന്നെ അത് ഡ്രൈ ആയിട്ട് വന്നോളും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എണ്ണയൊന്നും ചേർത്തില്ല. ഇനി നെയ്യില്ലാത്ത ബീഫാണെങ്കിൽ ഈ വറുത്ത എണ്ണയെന്ന് ആവശ്യമില്ലാത്ത എണ്ണ അതിനകത്തുനിന്ന് മാറ്റിയിട്ട് ഈ ബീഫ് ആ എണ്ണയിലിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരുപാട് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഒരുപാട് എണ്ണ വേണ്ട. അപ്പോൾ ആ എണ്ണയിൽ തന്നെ
വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വറുത്ത സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തെടുക്കാമെന്ന് മാത്രമേ അതിനകത്തൊരു പണിയുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഏതായാലും ഈ സാഹചര്യത്തിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് ആ ബീഫിൻ്റെ വെള്ളവും വറ്റി പിന്നെ ആ ബീഫിൻ്റെ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ബീഫ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ആ കൂട്ടത്തിൽ. അപ്പോൾ ആ കളറിൽ വേപ്പില അങ്ങനെ കിടക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ കളറൊക്കെ മാറിപ്പോവും വേപ്പിലിടാം. അതുകൊണ്ടാണ് മറ്റേ വറുക്കുന്ന കൂട്ടത്തിലാണ് ഇടാതിരുന്നത്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങൾ ഉരുളക്കിഴങ്ങും വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം വറുത്തത് ചേർത്ത് പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടി. അപ്പം നല്ല ടേസ്റ്റാണ് ആ പച്ചക്കത് ഇടുമ്പോൾ. എന്നിട്ടത് ആ ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഒരുപാട് നേരം പിന്നെ ഇട്ടിട്ട് ആക്കണ്ട. ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ വറുത്ത സാധനങ്ങൾ ഇടുന്നത്. അതോടുകൂടി ഓഫ് ചെയ്യാം. അപ്പോൾ റിച്ചാർഡിൻ്റെ തന്തൂരി ചിക്കനും എല്ലാം ആ കൂട്ടത്തിൽ തന്നെ റെഡിയായി. അതും ഒന്ന് സ്മോക്ക് ചെയ്ത് ഇട്ട് അതിന് മുമ്പ് തന്നെ അതിനകത്ത് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. സവാളക്കും കൂടി സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപാടികൾ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം മണി 2 എന്തോ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം കാണിക്കണമെന്ന് തോന്നണം ഈ കൂട്ടത്തിൽ. അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബീഫിൻ്റെ റോസ്റ്റാണിത്. ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിനുള്ള ഉരുളക്കിഴങ്ങുണ്ട് പിന്നെ ബീഫ് റോസ്റ്റും രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു സംഭവം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു തേങ്ങ കിട്ടിയേക്കുന്ന സ്ഥിതിക്ക് ഒരു മോരുചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സംഭവം മോരുചാറിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും തൈരെല്ലാം പൊട്ടിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം നേരം കിട്ടിയില്ല കേട്ടോ. ഒത്തിരി നേരം ഇപ്പോൾ തീർന്നപ്പോൾ. അപ്പോൾ ഏതായാലും ഞാൻ തലേ ദിവസത്തെ നമ്മളുടെ പരിപ്പ് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കിയില്ലേ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്ത് ടേസ്റ്റാന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ. പിള്ളേർ റോജർ റിച്ചാർഡൊന്നും കഴിക്കില്ല, ഞാനും പപ്പയും കഴിച്ച്. നല്ല ടേസ്റ്റ് കോമ്പിനേഷനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തെ മീൻ ഇങ്ങനെ ചെമ്മീനും കൂടി ഇങ്ങനെ ചുറ്റിക്കെട്ടി നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ടേസ്റ്റായിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ റിച്ചാൻ്റെ തന്തൂരി ചിക്കൻ രാത്രിത്തേക്ക് ഉണ്ടാകും. അത് വൈറ്റ് റൈസിനെ കൂടി ആൾ കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എപ്പോഴും കിടന്ന് അങ്ങനെയൊക്കെ നേരം പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും എന്നോട് കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ചതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഉന്മേഷത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ നമ്മുടെ കമൻസിന് റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ. മിക്കവാറും ഇപ്പോൾ രാത്രിയാണ് കമൻസിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ എടുത്ത് പിടിക്കുന്നത് റിച്ചാർഡിന് ഒട്ടും ഇഷ്ടമല്ല. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരുപാട് നേരം സംസാരിക്കും. കുട്ടികളെയൊന്നും സംസാരിക്കാൻ കിട്ടണില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി. പക്ഷേ ഇവിടെ കുട്ടികൾ നേരെ തിരിച്ചാണ്. മമ്മിയുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ മമ്മി ഫോൺ എടുത്ത് കൈ പിടിക്കണേ. അപ്പോൾ ഞാൻ പറയും എടാ കമൻസ് വിട്ടവർ അവരുടെ കമൻസിന് മറുപടി ലേറ്റ് ആകുമ്പോൾ അവർ വിചാരിക്കണത് എന്താണ്, ഓ സ്വപ്നയ്ക്ക് ഇതിനൊന്നും ഒരു വിലയില്ല, ഞങ്ങൾ ഇത്രയും നേരം മണിക്കൂറുകളായിട്ടിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇങ്ങനൊരു വിഷമം തോന്നൂടോ. കാരണം അവർ എന്നെ കാണാൻ വേണ്ടിയിട്ടും നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് അരമണിക്കൂർ അവർ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കമൻറ്റ് വിട്ടിട്ട് പോണത്. അപ്പം നമ്മളതിനെ എത്രയും പെട്ടെന്ന് മറുപടി കൊടുക്കണ്ടേ. ഇതൊക്കെ പറഞ്ഞാലും റിച്ചാർഡിനോട് വഴക്കിട്ട് എഴുന്നേറ്റ് പോകും. ഞാൻ വന്ന് വർത്തമാനം പറയാനിരിക്കുമ്പോൾ അപ്പം തന്നെ മമ്മി ഫോൺ എടുത്ത് കൈ പിടിക്കണേ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഒരുപാട് ലേറ്റ് ആവും. കാരണം ഇവരുടേതായ കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കമൻസിന് മറുപടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം റിച്ചാർഡ് വേറെ കുറച്ച് കാര്യങ്ങളിൽ അവിടെ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് റൂബിനെയുമായിട്ട് മുറിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും വേഗം കമൻസിന് റിപ്ലൈ കൊടുത്തതാണത്. ഇന്നലെ നിങ്ങൾക്കറിയാം ഇത്തിരി നേരത്തെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വഴക്ക് വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഈ റിപ്ലൈ ഇടാനൊക്കെ വൈകണത്. മനസ്സിൽ വിഷമമാണ്, അയ്യോ അവരത് കമൻസ് ഇട്ട് വെച്ചേക്കണം, റിപ്ലൈ കൊടുക്കണം അങ്ങനെയുള്ള ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ പുള്ളിക്ക് അത് ഇഷ്ടമല്ല. ഈ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ റോജർ വന്നിരുന്ന് റൂബിനെ പുതപ്പിച്ചൊക്കെ ഇട്ടപ്പോഴത്തേക്കും അവൾക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കും പുതപ്പൊക്കെ തട്ടി മാറ്റി ആൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയുടെ സമയമാണ്. അങ്ങനെ ഏതായാലും പുറത്ത് നല്ല മഴ പെയ്യണേണ്. ആ ഒരു സുഖത്തിൽ റൂബി കുഞ്ഞ് കിടക്കണം. അപ്പോൾ ഇന്നലെ റൂബി കുഞ്ഞിൻ്റെ കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായി. ഞാനും അതിശയിച്ചിട്ടാണ്, നിങ്ങൾ എന്തോരം സ്നേഹിക്കുന്നുണ്ട് റൂബി കുഞ്ഞിനെ. അപ്പോൾ അവൾക്ക് ഈ തണുപ്പത്തിങ്ങനെ ഉള്ളൊരു പ്രശ്നമായിരിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം അവർക്ക് ഈ
എന്താണ് തണുപ്പിൽ നമ്മൾക്കും ഇങ്ങനെ കൊച്ചിപ്പിടുത്തം കാര്യങ്ങളൊക്കെ വരൂലേ. അപ്പോൾ അതുപോലെ ആയിരിക്കാം ഇടക്കിടക്ക് ചൂട് വെച്ച് കൊടുക്കാനാണ് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞേക്കണത്. അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല മഴയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചായ ഇടാം. അപ്പോൾ ഇന്നലത്തെ തെങ്ങ് കയറ്റത്തിൻ്റെ കാര്യത്തിന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ ഇവിടെ ഇത്രയും വില ഇത്രയും പൈസയാണ് തെങ്ങ് കയറാൻ 200 രൂപയാണ്. അപ്പോൾ അത് എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ പറയാൻ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 100 രൂപയാണ് തെങ്ങ് കയറണതിന്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ വീട്ടിലെ ഒരു തെങ്ങിന് വേണ്ടി വണ്ടി ഓടിച്ച് ഇവിടെ എത്തുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 100 രൂപ. ഇപ്പം നമ്മളുടെ കോമ്പൗണ്ടിൽ ഒരു 5-8 തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ അതിനേലും പൈസ കുറയും. കാരണം അവർ ഒറ്റ വരവിൽ അവർക്ക് അത്രയും പൈസ കിട്ടും. ഇതിപ്പോൾ ഒരു കുഞ്ഞ് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അവരവിടെ നിന്ന് വരിക ബുദ്ധിമുട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്ത് പോണ ആൾക്ക് ഇരട്ടി പൈസ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷമാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. നമുക്കില്ലെങ്കിൽ പോലും നമ്മളങ്ങനെ കൊടുത്തിരിക്കും. ഇപ്പം 100 രൂപ ആണ് അയാളുടെ ചാർജ്. പക്ഷേ ഞങ്ങൾ 200 രൂപ എപ്പോഴും കൊടുക്കും. ഇപ്പോൾ തെങ്ങ് കയറിയപ്പോൾ തേങ്ങയില്ല, അത് അയാൾക്ക് ബാധകമല്ല കാര്യമല്ല. അയാളുടെ ജോലി ചെയ്ത്, പക്ഷേ തേങ്ങയില്ലാത്തത് നമ്മൾ അത് ചിന്തിക്കാൻ പാടില്ല. അയാളുടെ ജോലിയുടെ അത് കുറച്ച് കളയാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ കൊടുത്താണ് ഈ 6 തേങ്ങയ്ക്ക് 200 രൂപ. പിന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ തെങ്ങ് കയറാനൊന്നും ആളെ കിട്ടൂല കേട്ടോ. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ വിളിച്ച് തോക്കും. തെങ്ങ് കയറാൻ ആരും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മരം വെട്ടാൻ പോകും. അവർക്ക് അതിനാണ് പൈസ കൂടുതൽ കിട്ടുന്നത്. നമ്മളുടെ തെങ്ങ് കയറാൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തെങ്ങല്ലേ, അതുകൊണ്ട് ആരും വരില്ല. അങ്ങനെ മരം തെങ്ങ് വെട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓടി വരും. അവർക്ക് അതിനാണ് പൈസ. അപ്പോൾ അവരങ്ങനെ തെങ്ങും മരങ്ങളും വെട്ടണ കാര്യത്തിനാണ് അവർ സാധാരണ പോണത്, ഈ തെങ്ങ് കയറ്റക്കാർ. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരു 5-6 തെങ്ങ് കയറ്റക്കാർ മാറി മറിഞ്ഞ് വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം വന്ന് 2 പ്രാവശ്യം വന്ന് അവർ വരൂല. പിന്നെ അങ്ങനെ നമ്മൾ വേറെ പല ആളുകളെയും കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടെ തെങ്ങ് കയറ്റക്കാരനെ ഞങ്ങൾക്ക് തരുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്തോരം ബുദ്ധിമുട്ടിട്ടുണ്ടെന്നറിയാമോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അങ്ങോട്ട് താഴേക്ക് വീഴാൻ തുടങ്ങിയേ. നമ്മളുടെ റൂബി നടക്കണല്ലേ. നമുക്കതിന് മുൻപ് പേടിയില്ലായിരുന്നു. ഈ റൂബി വന്നതോടുകൂടി നമുക്ക് പേടിയായി. അവൾ ഏത് നേരം തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങനെ നമുക്ക് വരാതിരിക്കാനും കൂടി ഇയാൾ വരണം, ഇനി കണ്ടിന്യൂസ് ഇയാൾ വരണം എന്നും കൂടി കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ 200 രൂപ കൊടുക്കുന്നത് കേട്ടോ. അത് നഷ്ടമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ തേങ്ങ വീണ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ആർക്കാ നഷ്ടം? റൂബിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആർക്കാ നഷ്ടം? നമുക്കതിലും വലിയ നഷ്ടം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ 200 രൂപ കൊടുക്കുന്നത്. അത് ഇന്നലത്തെ വീഡിയോയിൽ പറയാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടില്ല. നിങ്ങളുടെ കമൻസ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അത് പറയണമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗാർബേജ് എടുക്കാൻ വരുന്ന ഒരാളുണ്ട്, ഒരു ജോൺ എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്ക് 100 രൂപയാണ് ചാർജ് മാസത്തേക്ക്. പക്ഷേ നമ്മൾ 200 രൂപ കൊടുക്കും. കാരണം 100 രൂപ എന്ന് പറഞ്ഞാൽ അയാളുടെ ചാർജല്ലേ. അപ്പോൾ 100 രൂപയും കൂടി ചേർത്തിട്ട് 200 രൂപ കൊടുക്കുമ്പോഴല്ലേ അയാൾക്കൊരു സന്തോഷം. ആ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അവർക്ക് ക്രിസ്മസ്, ഓണം ഇങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ 500 രൂപ വെച്ച് വേറെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മൾക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ നമ്മളുടെ വീട്ടിലെ രീതികൾ. അപ്പോൾ ചായയൊക്കെ ഇട്ട് റോജർ അവിടെ വന്നിരുന്ന് സംസാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ. റോജറിനെയുള്ള നമുക്ക് കാണാൻ കിട്ടാത്ത റിച്ചാർഡ് പിന്നെ എൻ്റെ കൂടെ സ്ഥിരമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ റിച്ചാർഡ് ചെവിട്ടിലും മരുന്നിട്ടിട്ട് കിടക്കണം. കാരണം പുള്ളിയുടെ ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. അപ്പോൾ അതിന് മരുന്നിന് ENT അടുത്ത് പോയിട്ട് ഡ്രോപ്പ് ഇട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആൾ കിടക്കണേണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്. വൈകുന്നേരം കാലത്തും ഡ്രോപ്പ് ഇടണം. അത് 2 ചെവിയിലും ഇട്ടിട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആളിപ്പോൾ ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് ഇപ്പോൾ ഈ റിച്ചാർഡിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞത് പപ്പയുടെ അതേ സ്വഭാവം തന്നെയാണ് കേട്ടോ. കാരണം പപ്പയ്ക്ക് സ്ഥിരം ഞാൻ കൂടെ വേണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഒന്നിനും പുള്ളി വിടൂല. പക്ഷേ റിച്ചാർഡ് പറഞ്ഞ പോലെ പുറത്തുനിന്ന് മേടിച്ചില്ലാന്ന് ഒരിക്കലും പറയില്ല. സമയത്ത് ഫുഡൊക്കെ വേണം, പക്ഷേ ആൾ വിടയില്ല എന്നെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്വഭാവം തന്നെയാണ് റിച്ചാർഡിന്. റിച്ചാർഡ് പക്ഷേ പുറത്തുനിന്ന് മേടിച്ചു തരും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാനൊരു 7 മണിയോടുകൂടി കുളി കഴിഞ്ഞപ്പോൾ ഫാനിട്ട് കുറച്ച് തുണികൾ ആ കട്ടിലിൻ്റെ ക്രാസിമേലിട്ട് ഉണക്കണേണ് കേട്ടോ ഞാൻ. കാരണം പുറത്ത് മഴ ചെയ്തുകൊണ്ടേ ഭയങ്കര തുണിയൊന്നും ഉണങ്ങി കിട്ടണമല്ലോ. അപ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരി നമ്മൾ ഇലക്ട്രോണിക് തിരി തന്നെ കത്തിക്കണത് കേട്ടോ. നമ്മളുടെ കയ്യിൽ തിരികളുണ്ട്, പക്ഷേ
അതൊന്നും ഇവിടെ ഇപ്പോൾ കത്തിക്കാനായിട്ട് സമ്മതിക്കാനില്ല. ഭയങ്കര പുക പിടിച്ച് കരിയായി കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ആകെ നാശമാകും. അപ്പോൾ തിരി ഇതുപോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ, എങ്കിലും നമ്മൾ കത്തിക്കണില്ല. അപ്പോൾ പലതവണ ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പ്രാർത്ഥന ഒന്ന് കേൾപ്പിക്കണേ എന്ന്. 7 വർഷത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥന ആദ്യമായിട്ടാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ പിടിക്കണത് എന്താണെന്ന് ചോദിച്ചാണ് റൂബി എന്നെ നോക്കണത്, അല്ലെങ്കിൽ അവൾ നടയിൽ നോക്കി കിടക്കോട്ടെ എപ്പോഴും. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളി ഗർഭസ്നായി കനികാമരത്തിന് പിറന്ന് പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ദിനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരെയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഉത്തരമിനതാവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദേശാസനപ്പണിമുണ്ടായി ഫലം ചെയ്യുന്നതിരിക്കുമാനോട് അപേക്ഷിക്കണമേ. നന്മാറിഞ്ഞോർമേ അതിന് സ്വസ്തി. മുഖ്യനായിരിക്കുന്ന വിശുദ്ധ മിക്കാലേ, ദേവതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗൗരലപ്പായലേ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ മർത്തോസേ, മാർപ്പോലോസേ, അനുഗ്രഹിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്രോസ്തനായ പിതാവേ, നിർച്ചന്തി പാപിയായ ഞനങ്ങിയ അധികത്തെ കാത്തുകൊണ്ടെങ്കിൽ സന്നിധിയിൽ നിൽക്കുന്നു. അവദേശവനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ. ആമേയും കാത്തുള്ളമേ. യൂദമർ രാജാവായ നസ്രായക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള പെടുവണ്ണത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുള്ളണമേ. സ്വസ്തി സല്ലോകറാണി, മാലാകമാരുടെ റാണി, നിന്നിൽ നിന്ന്. അപ്പോൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളത് കേട്ടോ. റിച്ചാർഡ് മാത്രമേ ഉള്ളൂ. റോജർ സാധാരണ വരാൻ പറ്റാറില്ല, കാരണം അവന് 7 മണിക്കെന്നൊക്കെ പറയണത് വർക്കുള്ള സമയമാണ്. അപ്പോൾ റിച്ചാർഡിൻ്റെ ശബ്ദം വളരെ നേരിയതായിട്ട് വളരെ താഴ്ത്തി അവൻ പ്രാർത്ഥന ചൊല്ലാറില്ല കേട്ടോ. വീഡിയോയും കൂടി പിടിക്കണമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതും കൂടി ഒന്നുകൂടി ശബ്ദം താഴ്ത്തിയിട്ടാണ് പ്രാർത്ഥന വലിയത്. അതുകൊണ്ടാണ് പപ്പയുടെ ശബ്ദം മാത്രം കേട്ടത്. അപ്പോൾ ഇല്ലേ, ഇന്ന് രാവിലെയും ഡോഗ്സിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ ഞാൻ അവിടെ മൂടി വെച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരിതേ രാത്രി മഴ മാറിയപ്പോൾ വീണ്ടും വന്ന് അങ്ങനെ ഇത്തിരി കൂടി ഭക്ഷണം അവർക്കെടുത്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനൊരു കുഴപ്പമില്ല, നിങ്ങൾ കണ്ടായിരുന്നല്ല, ഓടി നടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് അവളൊന്ന് മൂത്രമൊഴിച്ചാണ്. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് ഞാൻ കളഞ്ഞു കേട്ടോ. അവിടെ മഴ വീഴാത്ത സ്ഥലമല്ലേ, അതുകൊണ്ട് വെള്ളമൊഴിച്ച് കളഞ്ഞ്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്